എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇത് വലിയവർക്കും ചെറിയവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാൻ ഇത് ഏറ്റവും ഉത്തമമാണ്. എന്നുവെച്ചാൽ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്, ആഷ് ഗോഡ്. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടിപ്പോൾ നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കറുകപ്പുല്ലാണ്. കറുകപ്പുല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതേപോലെ ബുദ്ധി കൂർമ്മതയ്ക്ക് നമ്മളിപ്പോൾ ബ്രഹ്മിയൊക്കെ കഴിക്കാറില്ലേ, ബ്രഹ്മി ബുദ്ധി കൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർമ്മശക്തി കൂടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ചെറുപ്പത്തിൽ. അതേപോലെ ഇത് നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് അമ്പലത്തിൽ ഗണപതിക്ക് അർച്ചന നടത്തുകയാണ്, അതുകൊണ്ട് അർപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ആക്ച്വലി ഗണപതിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ, അതിനുള്ള പ്രതീകമാണല്ലോ ആനത്തല കാണിക്കുന്നത്. അപ്പോൾ ഗണപതിയല്ല അത് കഴിക്കേണ്ടത്, നമ്മളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു ശീലമാക്കിയാൽ അങ്ങനെ ഓർമ്മക്കുറവിൻ്റെ ഒരു പ്രശ്നവും അവർക്ക് പഠിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു പിടി എടുത്തിട്ടുണ്ട്. അതെടുക്കാതെ നമുക്ക് എല്ലായിടത്തും കിട്ടും, പാടത്തും വരമ്പിലും അല്ലെങ്കിൽ തൊടിയിലും ഒക്കെ എവിടെ വേണമെങ്കിലും അത് കിട്ടുന്നതാണ്, വെറുതെ കിട്ടും. അല്ലാത്ത സ്ഥലങ്ങളിൽ അല്ല പൂക്കടകളിൽ ഗണപതിക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവച്ചിട്ടുണ്ടാവും, അവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഞാനൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി കഴിച്ചാൽ നമ്മൾ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്, ഒരു സത്വഗുണമുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇതിന് കൊണ്ട് എന്തുണ്ടാക്കി കഴിച്ചാലും നമ്മളെ ശരീരത്തിന് ഒരു ദോഷവും വരില്ല. നാച്ചുറോപ്പതിക്കാർ ഇത് ആദ്യം നമ്മളിപ്പോൾ കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഇത് തടി കുറയ്ക്കാൻ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും അവർ കൊടുക്കുക. ഒരു 6-7 ദിവസം ഇത് കുടിക്കാൻ കൊടുക്കും. അപ്പോൾ അവരുടെ ആ ഫാറ്റൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ വല്ല എന്താ പറയുക വേസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോവും ഇത് കഴിച്ചാൽ. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കാണാം. കുട്ടികൾക്കാണെങ്കിലും ഒരു 2 ആഴ്ച കൊടുത്തു കഴിയുമ്പോഴേക്ക് അവരുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ ഓർമ്മശക്തിയിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക? അത് കുക്കിംഗ് ഒന്നുമില്ല അതിൽ, ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിത് മിക്സിയിലേക്ക് മാറ്റിയിട്ട് ജ്യൂസ് എടുക്കാം. ബ്ലെൻഡറിലേക്ക് അല്ലെങ്കിൽ മിക്സിയിലേക്ക് മാറ്റാം. എന്താ, ആദ്യം 1 കപ്പ് ഇട്ടു, രണ്ടാമത്തെ കപ്പും അതിലിട്ടു. ഞാൻ കറുകപ്പുല്ല് കഷ്ണാക്കി എടുത്തതാണ്, എന്നിട്ട് അതിലേക്കിട്ടു. ഇത് കൊടുത്താൽ കുട്ടികളുടെ ഓർമ്മശക്തി എന്തായാലും വർദ്ധിക്കും. നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രകടമായ വ്യത്യാസം കാണുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിന് പകരം നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കുകയെന്ന് വെച്ചാൽ നല്ല ബ്ലഡ് ഉണ്ടാവും. അതേപോലെ കൂവളത്തിൻ്റെ ഇലയാണ് ഇടണമെങ്കിൽ അത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല. ഇതും ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്, പക്ഷേ അതും കൂടി ചേർക്കുമ്പോൾ ഇത്. പിന്നെ ഇത് ഇഞ്ചി ചേർത്തിട്ടുണ്ട്. വയറിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പോവാൻ ഇഞ്ചി നല്ലതാണ്. ഓക്കെ, ഇതെല്ലാം ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതേപോലെ തന്നെ അതിൽ ഫൈബറും ഉണ്ട്, മിനറൽസ് ഉണ്ട്, എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ നല്ല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, ഓക്കെ, വെള്ളം ഒഴിക്കണം, അല്ലാതെ അരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം. ഇത് ഞങ്ങൾ 3 പേരാണ് സാധാരണ കുടിക്കൽ. ഇതിന്ന് ഒരു 3 ഗ്ലാസ് ജ്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മെമ്പേഴ്സ് കൂടുതലാണെങ്കിൽ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം.
പിന്നെ ഒരു ടേസ്റ്റും ഇല്ല ശരിക്ക്. വേറെ എന്തെങ്കിലും കയ്പോ അങ്ങനെ ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ വെള്ളം കുടിക്കും പോലെ കുടിക്കാൻ പറ്റും. ഓക്കെ, കുടിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഹെവി ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ ഇത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ അരിച്ചെടുക്കണം. ഓക്കെ, അരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിലേക്ക് ഞാനത് അരിച്ചെടുക്കുകയാണ്. ഇത് വെച്ചിട്ട് ഏകദേശം 3 ഗ്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 3 പേരും ഇത് കഴിക്കാറുണ്ട് ദിവസവും. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജ്യൂസാണിത്. ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. നല്ല മൂത്ത കുമ്പളങ്ങ നോക്കി വാങ്ങിച്ച്, അല്ലെങ്കിൽ ആഷ് ഗോഡ് വാങ്ങിച്ച് അത് ദിവസവും ഓരോ കഷ്ണം എടുത്തിട്ട് ജ്യൂസ് കഴിച്ചാൽ മതി. ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി. അത്രയേ ആവശ്യമുള്ളൂ. പക്ഷേ അതിന് ടേസ്റ്റും വ്യത്യാസമില്ല. വേറെ ഇപ്പോൾ കയ്പ്പിക്ക ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ കയ്പ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വലിയവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വെറും വെള്ളം, നമ്മൾ പച്ചവെള്ളം കുടിക്കണ അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇഞ്ചി ഇതിലിട്ടതുകൊണ്ട് ചെറുതായിട്ടൊരു എന്താ പറയുക, അതിൻ്റെ ഇഞ്ചിയുടെ ഒരു എരിവ് സ്വല്പം ഉണ്ടായിരിക്കും. പക്ഷെ അത് കുടിക്കാൻ പറ്റണതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് മക്കളുടെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാർ ഇതെന്തായാലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലിട്ടാൽ അത് വായിക്കാൻ എനിക്കും ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യണം. അതിന് ശേഷം ഒരു ബെല്ലൈക്കൺ കാണുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇനിയുള്ള ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ഇപ്പോൾ നിർത്തുന്നു. അടുത്ത് പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.